കേക്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അതിന് 1/2 കപ്പ് പാല്, 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. കട്ടയെല്ലാം ഉടയണം. നേരെ എടുത്ത് അടുപ്പിൽ വയ്ക്കരുത്. കട്ട ഉടയുന്നത് വരെ നല്ലോണം മിക്സ് ചെയ്യണം. നമുക്ക് ക്രീം വീട്ടിലുണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ എത്ര സുഖമാണ്. എല്ലാവർക്കും ഇപ്പോൾ വിപ്പിംഗ് ക്രീം വാങ്ങാനൊന്നും പറ്റില്ല. ഞാനൊന്നും വിപ്പിംഗ് ക്രീം വാങ്ങാറില്ല. വീട്ടിൽ തന്നെയാണ് ക്രീം തയ്യാറാക്കുന്നത്. ക്രിസ്മസ് സീസണിൽ മാത്രമേ ഞാനിവിടെ കേക്ക് ഉണ്ടാക്കാറുള്ളൂ. ഇവിടെ ഓവനൊന്നും ഇല്ല. അടുപ്പിൽ തന്നെയാണ് കേക്ക് തയ്യാറാക്കുന്നത്. കട്ടയെല്ലാം ഉടച്ച ശേഷം അടുപ്പിൽ വയ്ക്കുക. കട്ട ഉടയ്ക്കുന്നതിന് മുമ്പ് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ആകെക്കൂടി ഒരു വലിയ കട്ടയായി മാറും. സിമ്മിലിട്ട ശേഷം വേണം നമുക്ക് ഇളക്കാൻ. നമ്മുടെ ക്രീം തിക്കായി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അത് റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് 100 ഗ്രാം ബട്ടർ വേണം. നമുക്ക് ഈ 100 ഗ്രാം ബട്ടർ സ്പൂണിലെടുത്ത് എത്ര ഉണ്ടാകുമെന്ന് നോക്കാം. കാരണം ഞാൻ ഇവിടെ ബട്ടർ നിറയെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ അളവ് അറിയാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ 100 ഗ്രാമായി വാങ്ങിച്ചെടുത്തത്. ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ ഉണ്ടാവുമെന്ന് തോന്നുന്നു 100 ഗ്രാം ബട്ടർ. പിന്നെ ഒരു കാര്യമുണ്ട്, കേക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാം കറക്റ്റ് അളവിലെടുത്തിട്ടില്ലെങ്കിൽ കേക്ക് ഫ്ലോപ്പാവും. ഇനി നമുക്ക് ഈ ബട്ടറിനെ സ്പൂണ്, ഫോർക്ക് അല്ലെങ്കിൽ ബീറ്റർ വെച്ച് നമുക്ക് ബീറ്റ് ചെയ്യാം. സ്പൂണും ഫോർക്ക് വെച്ച് ബീറ്റ് ചെയ്താലും കറക്റ്റായി കിട്ടും. ഞാനത് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ബീറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ ബീറ്റർ യൂസ് ചെയ്യണമെന്ന് മാത്രം. ഒരുവിധം ആയിക്കഴിഞ്ഞാൽ നമുക്കതിന് 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം. ശേഷം വീണ്ടും ബീറ്റ് ചെയ്യുക. നല്ല പതഞ്ഞ് വരുന്നുണ്ട്. ബട്ടറിൻ്റെ മഞ്ഞ കളറെല്ലാം മാറി ഒരു വൈറ്റിഷ് കളറായിട്ടുണ്ട്. നല്ല പതഞ്ഞ് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മൈദ മിക്സ് ഇട്ട് വീണ്ടും ബീറ്റ് ചെയ്യുക. ആ മിക്സ് മുഴുവൻ ഈ ബട്ടറിൽ മിക്സ് ചെയ്ത് നല്ല ഒന്നിച്ച് യോജിച്ച് വരുമ്പം നമുക്ക് അടുത്ത ടേബിൾ സ്പൂൺ മൈദ മിക്സ് ഇടാം. ഇങ്ങനെ ആ മൈദ മിക്സ് മുഴുവനായും ഇടണം. നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ക്വാണ്ടിറ്റി എല്ലാം കൂടിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ സ്പൂണായി നമ്മുടെ മൈദ മിക്സ് മുഴുവൻ ഇട്ട് അറ്റ് എ ടൈം ഒന്നിച്ചിടരുത്. ഓരോ സ്പൂണായി ഇട്ട് നല്ലപോലെ യോജിച്ച ശേഷം അടുത്ത സ്പൂൺ ഇടുക. അങ്ങനെ അത് മുഴുവൻ ഈ ബട്ടറിലേക്ക് മിക്സ് ആകുമ്പോഴേക്കും നമ്മുടെ ക്രീം റെഡി ആയിരിക്കും. ഈ ക്രീം നല്ല സ്റ്റിഫായിരിക്കണം. നമ്മളിപ്പോൾ പാത്രം എടുത്ത് കൊട്ടിയാലും അത് താഴെ വീഴരുത്. അതാണ് അതിൻ്റെ കറക്റ്റ് ഫോം. അതുവരെ നമുക്കിങ്ങനെ ബീറ്റ് ചെയ്യണം. ഇത് നോക്കൂ, താഴെ വീഴുന്നില്ലല്ലോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് വാനില എസൻസ് ഒഴിക്കാം. നല്ലൊരു മണം കിട്ടും. ഇനിയിപ്പോൾ ചോക്ലേറ്റ് ക്രീമാണ് വേണ്ടതെങ്കിൽ ഇതിലേക്ക് കൊക്കോ പൗഡർ ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടി ബീറ്റ് ചെയ്യാം. നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കേക്കിൽ യൂസ് ചെയ്യാം. ഉടനെ വേണമെങ്കിൽ കേക്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെ ഒരു ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കുറച്ച് സമയത്തിന് ശേഷം അല്ലെങ്കിൽ അടുത്ത ദിവസമോ എപ്പോഴാണെന്ന് വെച്ചാൽ അപ്പം നമുക്ക് കേക്കിൽ യൂസ് ചെയ്യാം. ഇവിടെ ഞാനൊരു കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മൾട്ടി കളർ കേക്ക്. നമുക്ക് അതിലെങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം കുറച്ച് ഷുഗർ സിറപ്പ് തളിച്ചിട്ടിട്ടുണ്ട്. സാധാരണ ഏതൊരു വിപ്പിംഗ് ക്രീം വെച്ച് ചെയ്യുന്നത് പോലെ നമുക്കിത് ചെയ്യാം. എനിക്ക് വിപ്പിംഗ് ക്രീം വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനൊന്നും അറിയില്ല. ഉള്ള അറിവ് വെച്ച് നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ പ്രൊഫഷണൽ ബേക്കേഴ്സൊന്നും അല്ലല്ലോ. വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് പെട്ടെന്നൊരു വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു കേക്ക് ഉണ്ടാക്കാം. ഈ രുചിയിലൊന്നും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ക്രീമിന്. കേക്കിൽ ഉപയോഗിക്കുമ്പോൾ കേക്കിൻ്റെ രുചി നല്ലപോലെ കൂടുന്നുണ്ട്. നല്ല കലാബോധം ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. എനിക്ക് ഇത്രയൊക്കെ പറ്റുന്നുള്ളൂ. നമ്മുടെ കേക്കിന് നമുക്ക് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വയ്ക്കാം. അതിനുശേഷം വീണ്ടും ഡെക്കറേറ്റ് ചെയ്യാം. ഈ വിപ്പിംഗ് ക്രീമിൽ കളർ ഉപയോഗിച്ച് നമുക്ക് നോസിലൊക്കെ ഉപയോഗിച്ച് നല്ല ഭംഗിയുള്ള പൂവും ഡെക്കറേഷനൊക്കെ നടത്താം. എൻ്റെ അറിവ് ഇത്രയൊക്കെയുള്ളൂ. അത് വെച്ച് ഞാൻ ഒരുവിധം ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ കട്ട് ചെയ്യുമ്പോഴും കറക്റ്റായിട്ട് വരുന്നുണ്ട്. ക്രീം ഉരുകി പോവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് എടുക്കാം. നിങ്ങളെല്ലാവരും ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു ഡിയേഴ്സ്.